ശ്രീ കെ പി നൗഷാദ് അലി, നിങ്ങൾക്ക് അവിടെ തുടക്കത്തിലെ പാളിയിരുന്നു എന്നൊരു വിമർശനമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല. സീറ്റ് തർക്കത്തിന്റെ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. ആസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അപ്പോൾ ഏകോപനമില്ലായിരുന്നു, പരസ്പരം പതിനെടുത്ത് മത്സരിക്കുന്നു. ഈ തരത്തിൽ ഛിന്ന ഭിന്നമായി വോട്ട് ചോദിക്കാൻ പോകുന്നതും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഈ രൂപത്തിലാണ്. മറിച്ച് അപ്പുറത്താകട്ടെ നിതീഷും ആയുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിക്കുന്നു. നിതീഷിന് കൂടുതൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തപ്പോൾ അത് BJP പരിഹരിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ചാണ് എന്ന തോന്നലുണ്ടാക്കുന്നു. ആ നിലയ്ക്ക് വലിയ വിജയം നേടുന്നു. ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മഹാഗഠബന്ധൻ കണ്ടുപഠിക്കേണ്ടതല്ലേ ഇന്ത്യയിൽ നിന്നും? ബാക്കി വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, ഈ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അല്ല, പിന്നെ സ്മൃതി, അങ്ങനെയൊക്കെയുള്ള ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു ഡസനടുത്ത മണ്ഡലങ്ങളിലൊക്കെ സൗഹൃദ മത്സരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടാകേണ്ടിയിരുന്നൊരു തിരിച്ചടിയേക്കാൾ വളരെ വ്യാപ്തിയും ആഴവുമുള്ളൊരു തിരിച്ചടിയാണ് അവിടെ മഹാഗഠബന്ധൻ നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമ്മളുടെ ഒരു യുക്തിക്ക് നിരക്കാത്തതായി മാറുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ ജനങ്ങൾ കായികമായി കൈകാര്യം ചെയ്ത് ഓടിച്ചുവിട്ട സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. ബ്ലൂ പ്രിന്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വേറെ എന്തൊക്കെയോ മറുപടി പറഞ്ഞ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു പണ്ടത്തെ ചാക്കീരി പാസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പരീക്ഷ എഴുതിയ ആളുകളൊക്കെ വിജയിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. അതിന് സമാനമായിട്ട് ഈ പറഞ്ഞ NDA ടിക്കറ്റിൽ മത്സരിച്ച ആളുകൾ മുഴുവൻ വിജയിച്ചു വരുന്നൊരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഈ 30-ലധികം സീറ്റുകൾ മഹാഗഠബന്ധന് കിട്ടിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം. ഏതായാലും ഇവരിങ്ങനെയൊക്കെ തൂത്തു തുടച്ച് പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയാണ്. അത് ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ബീഹാറിൻ്റെ ജനമുന്നേറ്റത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നു. സുശാസൻ ബാബു എന്നാണ് ഈ നിതീഷ് കുമാറിനെ വിളിക്കുന്നത് എന്നാണ് ഇവിടെ നേരത്തെ അരുൺ ലക്ഷ്മൺ പറഞ്ഞത്. അദ്ദേഹത്തെ പെൽട്ടി ചാച്ച എന്നാ വിളിക്കുന്നത്. കാരണം ഇവിടെ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണിക്ക് രൂപം കൊടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹം ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളെയൊക്കെ വിളിച്ചുണർത്തി പിന്നെ ബോധവാന്മാരാക്കി ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി. അതൊന്ന് നീറ്റിലിറങ്ങുന്ന സമയമായപ്പോൾ നേരെ കൂറുമാറി അപ്പുറത്തേക്ക് പോയി. അങ്ങനെ നിരവധി തവണ അദ്ദേഹം ഇത്തരത്തിലെ കൂറുമാറ്റങ്ങളുടെ പരമ്പരകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസ്യതയുമില്ലാത്ത ഇത്തരം അവിശ്വസനീയമായ നീക്കങ്ങൾക്ക് പേരുകേട്ട അനിശ്ചിതത്വമുള്ള ഒരു നേതാവാണ്. പക്ഷേ ഇതിലെ മുന്നണി മാറ്റത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാം. പക്ഷേ ബീഹാർ ജനത പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, ഇതിൽ ബീഹാർ ജനത പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുന്ന ജനത എന്ന് പറയുമ്പോൾ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയം പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഞാൻ ഈ തട്ടിപ്പ് നടക്കാത്ത ഇടങ്ങളിൽ ഇപ്പോൾ രാജസ്ഥാൻ മുതൽ തെലങ്കാന വരെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ വികാരവും ചില ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇത്തരത്തിലുള്ളൊരു മാസായ തട്ടിപ്പിന് BJP ഒരുങ്ങിയിട്ടുണ്ടാവില്ല. കാരണം അതൊന്നും അവരെ സംബന്ധിച്ചൊരു കൺസേൺ അല്ലാത്തതുകൊണ്ടാണ്. ഏതായാലും ഇത്തരത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, മതേതര രാജ്യം, ഒരു സുശക്തമായ ഭരണഘടനയുടെ കീഴിൽ കൃത്യമായി ഏകോപിപ്പിക്കപ്പെട്ടു പോകുന്ന രാജ്യം, ഇങ്ങനെയൊക്കെയുള്ള നാനാത്വങ്ങളിൽ ഏകത്വം, ഇതൊക്കെ പഴങ്കഥയായി മാറുകയാണ്. ഇവിടെ ഇത്തരത്തിലൊക്കെയാണ് ഇതൊക്കെ പുരോഗമിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തും എന്നാണ് ചിലരുടെ ഭാവം. പക്ഷേ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നത് വിഷയമാണല്ലോ. നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതിലും വളരെ നിസ്സംഗമായി തന്നെയുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുമില്ല. മറ്റു ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് വരുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.